ഞാൻ ബാംഗ്ലൂർ ടു ചിറയൻകീഴ് സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ നാട് ചിറയൻകീഴാണ്. ഒരുപാട് സ്റ്റേഷൻ കഴിഞ്ഞാണ് വന്നത്. കൊല്ലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പുറത്തൊരു ട്രെയിൻ പോകുന്നത് അത് നാഗർകോവിൽ കൊല്ലം ആണ്. നാഗർകോവിൽ കൊല്ലം വരെ ഉള്ളൂ. ഞങ്ങൾ നീങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഞങ്ങൾ നീങ്ങുന്നില്ല. ട്രെയിൻ വിടുന്നില്ല. ആ ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ട്രെയിൻ കൊല്ലം വരെ ഉള്ളൂ. നാഗർകോവിൽ കൊല്ലം വരെ ഉള്ളൂ. കുപ്പം, തിരുപ്പൂർ, സേലം, ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ, പാലക്കാട്, ഒറ്റപ്പാലം, വളക്കാഞ്ചേരി, തൃശ്ശൂർ, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, അങ്കമാലി, ആലുവ, എറണാകുളം, തൃപ്പൂണിത്തുറ, പിറവം, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, കൊല്ലം വരെ എത്തി നിൽക്കുന്നു. ഇനി 2-3 സ്റ്റേഷൻ കഴിഞ്ഞാലേ ചിറയൻകീഴാവത്തുള്ളൂ. ഞങ്ങൾ ട്രെയിൻ വിട്ടു തുടങ്ങി. സ്പീഡ് വന്നുകൊണ്ടിരിക്കുന്നു. സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്സ് കയറിയ ആൾക്കാർ അപ്പുറത്തെ സ്റ്റേഷനിലോട്ട് ഇറങ്ങും. ഇത് 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. തൊട്ടടുത്ത ഒരു ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നു കൊല്ലത്തോട്ട്. ഒരുപാട് കാഴ്ചകൾ കണ്ടു പോകാൻ ട്രെയിനിൽ. സ്റ്റേഷൻസും കാഴ്ചകളും ലേക്ക്, അങ്ങനെ ഒരുപാട് സ്റ്റേഷൻസ് കണ്ടു പോകാം. പരവൂർ സ്റ്റേഷൻ എത്തി. കൊല്ലം കഴിഞ്ഞ് അടുത്ത പരവൂറാണ്. മഴ പെയ്തുകൊണ്ട് നല്ല പച്ചപ്പുണ്ട്. കോട്ടയത്തൊക്കെ നല്ല വെള്ളമായിരുന്നു. എടുക്കാൻ പറ്റിയില്ല. നോക്കൂ, കായലാണ് ഇതെല്ലാം. ട്രെയിന് നല്ല സ്പീഡുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റായിരുന്നു ട്രെയിന്, എന്നാൽ കൂടി കുഴപ്പമില്ല. എനിക്ക് ട്രെയിനാണ് നല്ലതെന്ന് എനിക്ക് ട്രെയിനാണ് നല്ലത്. കടന്ന് ഉറങ്ങി വരാം. 1 ഡേ ആണ്. 1 ഡേ നൈറ്റ്. നല്ല ഭംഗിയാണ് കാണാനായിട്ടൊക്കെ. നല്ല ഭംഗിയാണ്. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല പച്ചപ്പുണ്ട്. ഓരോരോ സ്റ്റേഷന് കടന്ന് വന്നാണ് ചിറയൻകീഴ് എത്തുന്നത്. അത് കടന്ന് വേണം കന്യാകുമാരി എത്താനായിട്ട്. ഇത് കന്യാകുമാരി ട്രെയിനാണ്. ഞാൻ വരുന്നത് കന്യാകുമാരി ട്രെയിനിലാണ്. 11-11:30 ആവും. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ് മഴയൊക്കെ പെയ്തുകൊണ്ട്. മരം, കോക്കനട്ടും ഉണ്ട്. കമുകുണ്ട്. എല്ലാ മരങ്ങളും കണ്ടു വരാം. എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കണ്ടു വരാം. ഇനി അടുത്തത് കടയ്ക്കാവൂർ എത്താറാവുന്നതേ ഉള്ളൂ. ഇല്ല, വർക്കലയാണ് തോന്നുന്നു. പരവൂർ വർക്കല എത്താറാവുന്നതേ ഉള്ളൂ.
വർക്കലയ്ക്ക് എപ്പോൾ എത്തിച്ചേരും. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി ആയിരുന്നു ഞാൻ കഴിച്ചത്. ഇഡലിയും ചട്നിയും സാമ്പാറും ഒരു വടയും കിട്ടി, അതൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ ഒരു ചായയും ഞാൻ കുടിച്ചു. എറണാകുളം എത്തിയപ്പം തന്നെ അവർ കൊണ്ടുവന്നു. ട്രെയിനിൻ്റെ അകത്ത് തന്നെ എല്ലാം കൊണ്ടുവരും. അതൊക്കെ ഞാൻ കഴിച്ചു. ഉച്ചയാകുമ്പോൾ എത്തുമല്ലോ, ഒരു 11:30 ആകുമ്പോൾ ചിറങ്കീഴ് എത്തും. അപ്പം എനിക്കപ്പോൾ ലഞ്ച് കഴിക്കാം. വർക്കല ശിവഗിരി. വർക്കല ശിവഗിരിയുണ്ട്, വർക്കല ബീച്ചുണ്ട്, വർക്കല ടെമ്പിളുണ്ട്, റിസോർട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ടൊക്കെ. ഇത് വർക്കലയാണ്, ഇത് വർക്കല സ്റ്റേഷൻ. വർക്കല സ്റ്റേഷൻ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടെ വലുതാക്കണം തോന്നുന്നു. ഇതാ വർക്കല സ്റ്റേഷൻ. അത് വിട്ടു കഴിഞ്ഞു. അടുത്തത് കടയ്ക്കാവൂർ വരും. നമുക്കിതെല്ലാം കണ്ട് പോവാം. ട്രെയിനിൽ, ബസ്സിലാണെങ്കിലും കാണാം. ബസ്സിനെക്കാട്ടി എനിക്കിഷ്ടം ട്രെയിനിലാണ് പോകാനും വരാനും. ഞാൻ മിക്കവാറും ട്രെയിനാണ് ഉപയോഗിക്കാറ്. ഈ ട്രെയിൻ ചിറങ്ങി എല്ലാ സ്റ്റോപ്പും നിർത്തി വരുന്ന ട്രെയിനാണ്. ഇത് അഷ്ടമുടി കായലാണോ എന്നൊരു സംശയം. എൻ്റെ വോയിസ് ഒരുപാട് ലോ ആണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. കുഴപ്പമില്ലാതെ ഞാൻ ചിറയൻകീഴ് എത്തിച്ചേർന്നു, എൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. ടയർഡ്നെസ് ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇനി വരുന്ന സ്റ്റേഷൻ കടയ്ക്കാവൂരാണ്. കടയ്ക്കാവൂർ. ചിറയൻകീഴ് എന്ന് പറയുന്നത് പ്രേം നസീറിൻ്റെ നാടാണ് ചിറയൻകീഴ്. എല്ലാവർക്കും അറിയാവുന്ന പ്രേം നസീറിൻ്റെ നാടാണ് ചിറയൻകീഴ്. പിന്നെ നല്ലൊരു കോവിലുണ്ട്, ശാർക്കര കോവിൽ. ശാർക്കര കോവിൽ പിന്നീട് ഞാൻ കാണിച്ചു തരാം. ആ മീനഭരണി ഉത്സവമാണ് ഏറ്റവും വലിയ ഉത്സവം. കടകമ്പോളങ്ങളെല്ലാം കാണും, എല്ലാം വാങ്ങിക്കാൻ പറ്റും. കടകൾ ഉണ്ടാവും, ചെടിച്ചട്ടികളുണ്ടാവും, റോസച്ചട്ടികളുണ്ട്, എല്ലാം ഉണ്ടാവും. കഴിക്കാനായിട്ടുള്ളത് കാണും. കൊച്ചു പിള്ളേർക്ക് കളിക്കാനായിട്ട് കാണും, വലിയ പിള്ളേർക്കും കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ടൊക്കെ കാണും.
ഒരു വലിയൊരു ഉത്സവമാണ് മീനഭരണി, ശാർക്കര മീനഭരണി. നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു. കാലാവസ്ഥ കൊള്ളാം, അധികം ചൂടില്ല. കടയ്ക്കാവൂർ എത്താറായി. പതുക്കെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ട് ട്രാക്ക് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എത്തും. പണ്ടൊക്കെ ആണെങ്കിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കേൾക്കാമല്ലോ, ബിസ്ക്കറ്റ് കൊണ്ടുവരുന്നു, വട കൊണ്ടുവരുന്നു, ചൂടുവട, ചൂട് പഴംപൊരി, ചായ, ചൂട് കോഫി, ഇതെല്ലാം ട്രെയിനിൽ കൊണ്ടുവരും. വെള്ളം വരെ കൊണ്ടുവരും. കുറേ കൊച്ചുങ്ങളൊക്കെ കരയുന്നുണ്ട്, ചുമയ്ക്കുന്നുണ്ട്, കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇത് കടയ്ക്കാവൂർ സ്റ്റേഷൻ എത്തി. ഞാൻ 2 ദിവസമായി ഞാൻ യൂട്യൂബ് ഇട്ടിട്ട്, സമയം കിട്ടണേ ഇല്ല. ഇന്നെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. കടയ്ക്ക് ചെറങ്കീഴ് എത്തിച്ചേർന്നു. നാളെ വാവുബലിയാണ്. ചെറങ്കീഴ് റെയിൽവേ സ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ വാവുബലിയാണ്. എൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി പാലും മുന്തിരിയും പായസം വയ്ക്കാനായിട്ടുള്ളത് മേടിക്കണം. ട്രെയിൻ വരാനായിട്ട് ഗ്രീൻ സിഗ്നൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ പാർക്കിംഗ് ഏരിയ.
നാളെ ബലിക്ക് ആവശ്യത്തിനുള്ള സാധനവും ഇവിടെ പായസം വയ്ക്കാനുള്ള സാധനവും എല്ലാം ഞാൻ മേടിച്ചുകൊണ്ട് വന്നു.